കൃപാസനം പത്രം ജൂൺ 2025 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള മറിയാമ്മ തോമസിന്റെ സാക്ഷ്യം. ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ സമാധാനമായി കിടന്നുറങ്ങി. ശേഷം കുപ്പിച്ചില്ല് പൊട്ടിച്ച് ഒരു രൂപം എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ഉടമ്പടി സാക്ഷ്യം. എനിക്ക് സെർവിക്കൽ ഡിസ്ക് പ്രൊലാപ്സും സ്പോണ്ടിലോസിസും മൂലം 2 കൈക്കും മരവിപ്പും കഴുത്തിന് വേദനയും തലവേദനയുമൊക്കെ ആയിരുന്നു. സെർവിക്കൽ കോളർ ഇടുകയും പെയിൻ കില്ലറൊക്കെ എടുക്കുകയും ചെയ്തിട്ടാണ് ജോലിക്ക് പോയിരുന്നത്. വേദന മൂലം കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച അന്ന് രാത്രി യെല്ലോ ആണോ പർപ്പിൾ ആണോ ബ്ലൂ ആണോ എന്നറിയില്ല, അത്ര നല്ല പ്രകാശമുള്ള സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഞാൻ കിടന്നുറങ്ങി. അതിനുശേഷം കുപ്പിച്ചില്ല് പൊട്ടിച്ച് ഒരു രൂപം എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായി സ്വപ്നം കണ്ടു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. ആലുവയിൽ നിന്നുള്ള അഞ്ജലിയുടെ സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ചെയ്തു തന്നത്. ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. എനിക്ക് ഔട്ട് സ്റ്റേഷൻ വർക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഹോം സ്റ്റേഷനായ എറണാകുളത്തേക്ക് പല പ്രാവശ്യം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടും ലഭിച്ചില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. 2ാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി എന്നുള്ള ഓർഡർ ലഭിച്ചു. കൂടാതെ 8 വർഷമായി ഉണ്ടായിരുന്ന മൈഗ്രെയിൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടി. നെയ്യാറ്റിൻകര കീഴാറിൽ നിന്നുള്ള ഇന്ദുലേഖയുടെ സാക്ഷ്യം. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയപ്പോൾ ലഭിച്ച രോഗസൗഖ്യം. എൻ്റെ മകൾക്ക് എല്ലാ മാസവും ബ്ലീഡിംഗ് ഉണ്ടായി ഡോക്ടറെ കണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തുവെങ്കിലും ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിലെ അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പങ്കെടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ പെട്ടെന്ന് തന്നെ ബ്ലീഡിംഗ് നിന്നു. കൂടാതെ എൻ്റെ ഭർത്താവിന് 10 വർഷമായി അലർജിയുടെ അസുഖമായിരുന്നു. ദേഹമൊക്കെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. എന്നും ജലദോഷം ശ്വാസം മുട്ടലൊക്കെയായി വലിയ വിഷമത്തിലായിരുന്നു. ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായും അസുഖം മാറിക്കിട്ടി. പത്തനംതിട്ടയിൽ നിന്നുള്ള വിജി ജോസിന്റെ സാക്ഷ്യം. കുടുംബസമാധാനം ലഭിച്ചു എന്നുള്ളതാണ് ഉടമ്പടി വഴി കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമായും മാനസികമായും വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ ഭർത്താവ് 20 വർഷമായി മദ്യപാനത്തിന് അടിമയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചതിൻ്റെ ഫലമായി ഭർത്താവിനും ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടാവുകയും ഞങ്ങളോടൊപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുകയും കുടുംബസമാധാനം ലഭിക്കുകയും ചെയ്തു. കോട്ടയം കുമരകത്തു നിന്നുള്ള രേവതിയുടെ സാക്ഷ്യം. ഛർദിലും തലവേദനയും വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ചേച്ചിക്ക് സ്കാനിങ്ങിൽ ഹൈഗ്രേഡ് ട്യൂമർ ആണെന്ന് പറഞ്ഞു. ഉടമ്പടിക്ക് ശേഷം സംഭവിച്ചത്. സൗദിയിൽ നേഴ്സായ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിക്ക് സൗദിയിൽ വെച്ച് തലവേദനയും ഛർദിയുമായി ഹോസ്പിറ്റലിലെത്തി. MRI എടുത്തപ്പോൾ ഹൈഗ്രേഡ് ട്യൂമർ ആണെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞ് ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഹൈഗ്രേഡ് ട്യൂമർ ആണെന്നും സ്റ്റേജ് 3 ആണെന്നും പറഞ്ഞു. 33 റേഡിയേഷൻ എടുത്തു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം ചേച്ചിയുടെ നെറ്റിയിൽ പുരട്ടി സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വീണ്ടും MRI എടുത്തപ്പോൾ ക്യാൻസർ കോശങ്ങൾ ഒന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. തൊടുപുഴയിൽ നിന്നുള്ള റോസിന്റെ സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ നടന്ന ഞെട്ടിക്കുന്ന അത്ഭുതം. എൻ്റെ 2 ബ്രസ്റ്റിലും മുഴ വന്ന് മാമോഗ്രാം ചെയ്തപ്പോൾ റൈറ്റ് ബ്രസ്റ്റിൽ 2 മുഴയും ലെഫ്റ്റ് ബ്രസ്റ്റിൽ 1 മുഴയും തടിപ്പും കാണപ്പെട്ടു. അത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് ഡോക്ടർ സംശയം പറഞ്ഞു. ഞാൻ മാനസികമായി തകർന്ന സമയത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് മാതാവിൻ്റെ രൂപം പിടിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിനുശേഷം ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിലും മുഴയുള്ളതുകൊണ്ട് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ആ മുഴ അവിടെ കാണുന്നില്ല. ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, 2 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. ചിറയൻകീഴിൽ നിന്നുള്ള സുനിതയുടെ സാക്ഷ്യം.
ഞാൻ ഉടമ്പടി പുതുക്കി ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ജോലി സ്ഥലത്ത് വെച്ച് മാതാവ് എന്നോട് പറഞ്ഞു, നീ ബെൽറ്റ് കെട്ടണ്ട എന്ന്. എൻ്റെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ കൂലിപ്പണിക്ക് പോവുകയും ചുമടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ജോലിക്ക് പോയിരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം മാറില്ലേ അമ്മേ എന്ന് ചോദിച്ച് കരഞ്ഞു. അതിനുശേഷം ജോലി സ്ഥലത്ത് വെച്ച് ബെൽറ്റ് എടുത്ത് കെട്ടുന്ന സമയത്ത് ബെൽറ്റ് കെട്ടണ്ട എന്ന് പറഞ്ഞ് ആരോ തടയുന്നതായി തോന്നി. ഞാൻ ബെൽറ്റ് കെട്ടാതെ 4 ദിവസം ജോലി ചെയ്തു. ഇക്കാര്യം മക്കളോട് പറഞ്ഞപ്പോൾ ബെൽറ്റ് കെട്ടാതെ ജോലി ചെയ്യരുതെന്ന് അവർ സത്യം ചെയ്യിച്ചു. പിറ്റേ ദിവസം ജോലി സ്ഥലത്ത് ബെൽറ്റ് കെട്ടിയപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ ബെൽറ്റ് ഊരിമാറ്റി ജോലി ചെയ്തു. കൂടാതെ ജന്മനാ ഇടത് ചെവിക്ക് കേൾവിയില്ലാത്ത ഞാൻ ഉടമ്പടി തൈലം 2 തുള്ളി കാതിലൊഴിച്ചതിൻ്റെ ഫലമായി കേൾവി ലഭിച്ചു. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഏലിയാമ്മയുടെ സാക്ഷ്യം. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള സീനിയർ നേഴ്സിംഗ് ഓഫീസറിൻ്റെ ഉടമ്പടി സാക്ഷ്യം. എനിക്ക് 15 വർഷമായി ഗോൾ ബ്ലാഡർ സ്റ്റോണിൻ്റെ അസുഖം മൂലം വിഷമിക്കുകയായിരുന്നു. പല ഡോക്ടർമാരും സർജറി പറഞ്ഞുവെങ്കിലും എൻ്റെ ലങ്സ് ഡാമേജ് ആയിരുന്നതിനാൽ അത് റിസ്ക് ആണെന്നും വെന്റിലേറ്റർ സഹായം വേണ്ടിവരുമെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും വേദനയും മൂലം വിഷമത്തിലായി. ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടപ്പോൾ സർജറി കഴിഞ്ഞ് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി കാശുരൂപവുമായി പോയി വീണ്ടും ഡോക്ടറെ കണ്ട് സർജറി നല്ല രീതിയിൽ നടത്തുകയും ക്യാൻസർ സാധ്യത പറഞ്ഞുവെങ്കിലും ബയോപ്സിക്ക് അയച്ചപ്പോൾ യാതൊരു കുഴപ്പവുമില്ലെന്ന് റിസൾട്ട് വന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. എറണാകുളത്ത് നിന്നുള്ള ജോർജ് മെയ്ജോയുടെ സാക്ഷ്യം. എൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം മുഖമൊഴികെ എല്ലാ ശരീരഭാഗങ്ങളിലും വ്രണമായി. മരിയൻ ഉടമ്പടിയെടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ ഉടനടി മാതാവ് ചെയ്തു തന്നത്. എൻ്റെ മകൾ ജനിച്ചപ്പോൾ ഡോക്ടർ കുഞ്ഞിൻ്റെ സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മകളുടെ മുഖമൊഴികെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിച്ച് വ്രണങ്ങളായി. 5 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച ഉപ്പ് വെള്ളത്തിലിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 6 മാസത്തിനുള്ളിൽ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു. തൃശൂർ വരന്തരപ്പള്ളിയിൽ നിന്നുള്ള റിജി പ്രിൻസന്റെ സാക്ഷ്യം. 9 വർഷമായി 5 സെന്റ് സ്ഥലം ഞങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നു. ഉടമ്പടിയിൽ ഉടനടി നടന്നത്. ഞാൻ 9 വർഷമായി ഞങ്ങളുടെ 5 സെന്റ് സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് തടസ്സങ്ങളായിരുന്നു. ആ സ്ഥലത്തു കൂടി കറണ്ടിന്റെ ഹെവി ലൈൻ കടന്നു പോകുന്നതിനാൽ വരുന്നവർ വാങ്ങാതെ പോകുമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്ഥലം കച്ചവടമാകുകയും സ്ഥലം അളന്നപ്പോൾ ആ ഹെവി ലൈൻ അവിടെ ഇല്ലെന്ന് പറയുകയും ചെയ്തു. കൂടാതെ എൻ്റെ ഭർത്താവിന് സെറിബ്രൽ ഹെമറേജ് വന്നു. ആളെ കിട്ടില്ല, ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു. കൃപാസനത്തിലെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യം ലഭിച്ചു.